നൈഫിനെ കോവിഡ് ദുരിതത്തിൽ നിന്നും രക്ഷിച്ചതിന്റെ പ്രധാന പങ്ക് ബദർപടയ്ക്കാണ്. നൈഫിലെ ചില KMCC പ്രവർത്തകർ ഒന്നിച്ച് നടത്തിയ മുന്നേറ്റം പിന്നീട് ബദർപട എന്നറിയപ്പെടുകയായിരുന്നു. KMCC പ്രവർത്തകരാണ് ധൈര്യപൂർവ്വം ആദ്യം നൈഫിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള യുദ്ധമായിരുന്നു നൈഫിൽ. ആ ധർമ്മയുദ്ധം നടത്തിയവരെ ഈ നാട് ബദർപട എന്ന് വിളിച്ചു. വൈറസ് പടർന്നങ്ങനെ പിടിച്ച് ആശങ്ക കൊണ്ട് ആളുകളുടെ ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ KMCC നൈഫിൽ ധൈര്യമായി കടന്നു ചെന്നു. ധൈര്യമില്ലാത്ത ആളൊരു കൂടെ കൂട്ടിയാൽ പിന്നെ അവർക്ക് ഞങ്ങൾ ഉള്ള വിശ്വാസം ഉള്ളവർക്കും വിശ്വാസം നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ ഞങ്ങളാരും ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ധൈര്യം ഉണ്ടായിരുന്നു. റൂമിൽ പോകാനാണെങ്കിലും പിന്നെ ചില സന്ദർഭങ്ങളിൽ പിന്നെ റെസ്ക്യൂ ടീമിൻ്റെ ഷെബീറിൻ്റെ കൂടെ ചില സമയത്ത് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന വളണ്ടിയേഴ്സിനും പിന്നെ മാൻ പവർ ഷോർട്ടായിട്ട് ഞങ്ങളെ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ വളണ്ടിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനും കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പേടിയെന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ഷബീർ കീഴൂരിന്റെ നേതൃത്വത്തിൽ ബദർപട ആയിരക്കണക്കിന് ആളുകളെ ആശുപത്രികളിൽ എത്തിച്ചു. ഒരു ദിവസം മാത്രം 40,000-ഓളം ആളുകൾക്ക് ഭക്ഷണം നൽകി. ഏറ്റവും ശാസ്ത്രീയമായി ആളുകളെ പരിചരിച്ചു. KMCC പ്രവർത്തകർ ഓരോ ടീമുകളും ഷിഫ്റ്റുകളുമായി തിരിഞ്ഞാണ് സേവനം നടത്തിയത്. പെട്ടെന്നൊരു ഉദ്യോഗസ്ഥൻ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അതിനൊരു ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുന്നത്. പിന്നീട് അതിലെ ഒരു നന്മയുണ്ട്, അതിലെ ഒരു കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദിവസവും രാത്രിയും അവർ ആ റിപ്പോർട്ടുകൾ തേടിക്കൊണ്ടിരുന്നു. ആ റിപ്പോർട്ടുകൾ വളരെ ശാസ്ത്രീയം. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഒരു സബ്മിഷൻ എന്ന രീതിയിൽ ഒരു ഹയർ അതോറിറ്റി ഉണ്ടാവുമ്പോൾ അത് കൂടുതൽ പ്രൊഫഷണൽ ആവും. ആ രീതിയിലാണ് ഞങ്ങൾ അവർക്ക് വേണ്ട ഒരു സബ്മിഷൻ